അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കറിയാണ്. ഇന്ന് മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഇതിനകത്ത് ഇത് വെന്ത് ശരിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാരയും കൂടി ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഒരിത്തിരി വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് നല്ലോണം ഉടച്ചതിന് ശേഷം ഇതിനകത്തേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കണം. പിന്നെ ഈ തേങ്ങ അരച്ചാണ് വെച്ചേക്കുന്നത്. ഇതിനകത്ത് തൈര് ഉണ്ട്, കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്, ജീരകം വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ വെന്തിരിക്കുന്ന മാമ്പഴത്തിലേക്ക് നമ്മളിത് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് തൈര് തേങ്ങയും കൂടി അരച്ചത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തള വന്നതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ലേശം തിളയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് ഇളക്കി നമുക്കിട്ട് മാറ്റി വെക്കാം. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി താളിച്ചു. അപ്പോൾ താളിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഇടണം എന്നറിയാമല്ലോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഓക്കെ.